ഇപ്പോൾ കാട്ടാളം മൂവി കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പോൾ ജോർജ് റൈറ്റ് ചെയ്ത് സംവിധാനം ചെയ്ത് വരുന്ന പടമാണ് കാട്ടാളൻ. പെപ്പയാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. സോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു വൺ ഡേ വാച്ചബിൾ വിത്ത് ആവറേജ് എക്സ്പീരിയൻസ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ പടത്തിന്. സോ ആ ഹൈപ്പിനൊത്തുള്ള രീതിക്ക് പടം ആക്ച്വലി വന്നിട്ടില്ല. പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെപ്പയുടെ പെർഫോമൻസ് ഒരു നമ്മൾ RDXലൊക്കെ കണ്ടതുപോലത്തെ ഉള്ള ഒരു ഭയങ്കര സാധനങ്ങളൊന്നും കിട്ടില്ല. കാരണം പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മണ്ടക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക് ഇതിനകത്ത് കിട്ടിയത്. സോ അതുകൊണ്ട് ഒരു ആവറേജ് പെർഫോമൻസ് ആണ് പെപ്പയുടെ ഭാഗത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് സുനിൽ ആൻഡ് കബീർ, ഇവർ രണ്ടുപേരുടെയും കിടുക്കാൻ പെർഫോമൻസ് ആണ്. കബീർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കോയ്ക്കകത്ത വില്ലനായിട്ട് ലാസ്റ്റുള്ള വില്ലൻ. സുനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പുഷ്പയ്ക്കകത്തുള്ള വില്ലനായിട്ടുള്ള പുള്ളിക്കാരൻ. കിടുക്കം പെർഫോമൻസ് ആണ് അവരുടെ രണ്ടുപേരെ. ഇവരുടെ രണ്ടുപേരുടെ ഉള്ള എടുത്തു പറയേണ്ട പെർഫോമൻസും കാര്യങ്ങളും. ജഗദീഷ് ചേട്ടനൊക്കെ ഒരു ന്യൂട്രൽ സാധനങ്ങളൊക്കെ പിടിച്ചാണ് പോയിരിക്കുന്നത്. ഓവറോൾ പടം ഒരു വൺ ഡേ വാച്ചബിൾ വിത്ത് ആവറേജ് എക്സ്പീരിയൻസ്. കിടുക്കം മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകപ്പാടെ കയ്യടി വന്നതും അല്ലെങ്കിൽ ആകപ്പാടെ കയ്യടിച്ചതും അല്ലെങ്കിൽ ആകപ്പാടെ കയ്യടി കിട്ടിയതും ഈ രണ്ട് ക്യാമിയോസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ്. അല്ലാതെ പടം തിയേറ്ററിൽ മൊത്തത്തിൽ ഒരു ശോകാവസ്ഥയായത്. എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്കുക. പിന്നെ പറഞ്ഞതുപോലെ തന്നെ പടം ലാസ്റ്റ് ഇതിൻ്റെ ടെയിൽ എൻഡ് വരെ, അതായത് ഈ എഴുതി കാണിക്കുന്നതൊക്കെ കാണിച്ചിട്ട് ശേഷവും കുറച്ച് നേരം കൂടി ഇരിക്കും ഒരു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കണ്ടു നോക്കുക.